ഓപ്പറേഷൻ സിന്ദൂറിൽ സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ശത്രു രാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാം ചെയ്യാനും സ്പൂഫ് ചെയ്യാനും ഒക്കെ ശ്രമിക്കും. അത് സാധാരണമാണ്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യം അമൃത്സർ, ജമ്മു വിമാനത്താവളങ്ങളിൽ, പിന്നീട് എന്തിനു പറയുന്നു, ന്യൂഡൽഹി വിമാനത്താവളത്തിൽ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. ആ ഒരു ഏഹ്, ഒരു എന്താണ് അത്ര വലിയൊരു ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ ഗൗരവമായ ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. പിന്നീട് അവിടെ മാത്രമല്ല, രാജ്യത്തിന്റെ പല വിമാനത്താവളങ്ങളിലും, അതായത് തെക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വിമാനത്താവളങ്ങളിൽ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഭാഗ്യത്തിന് ഈ സിവിലിയൻ വിമാനങ്ങൾക്ക് നേരെ ഉണ്ടായ ജാമിംഗ്, സ്പൂഫിംഗ് ആക്രമണങ്ങൾ അത് വലിയൊരു ജീവാപായത്തിലേക്ക് ചെന്നെത്തിയില്ല. പൈലറ്റുമാർക്ക് അതിനെ നേരിടാൻ സാധിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതും ആ ഒരു കാരണമായിരിക്കാം ഈ സ്പൂഫിംഗ്, ജാമിംഗ് ആക്രമണങ്ങൾ ലക്ഷ്യം കാണാതിരുന്നതിൽ.